ജ്യോതിഷസംഹിതയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൂകാംബികയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മൂകാംബിക സന്നിധിയിൽ നിന്നും ആദ്യം തുടങ്ങി നേരെ കുടജാദ്രിയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കുടജാദ്രിയിലെ മഹേശ്വരിയെ കണ്ടിട്ട് അവിടെ നിന്നുമാണ് അമ്മ ഇവിടെ കുടിയിരുത്തപ്പെട്ടത് ശങ്കരാചാര്യസ്വാമികളാൽ. കുടജാദ്രിയിലേക്ക് പോകാൻ ജീപ്പ് സർവീസ് മാത്രമാണുള്ളത്. 36 കിലോമീറ്ററാണ് കുടജാദ്രിയിലേക്ക് കൊല്ലൂരിൽ നിന്നും. നമ്മൾ മൂകാംബിക അമ്മയെ തൊട്ടിട്ട് മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലേക്ക് പോവുകയാണ്. കുടജാദ്രിയിലേക്ക് പോകാനുള്ള ജീപ്പുകളാണ് ഈ കാണുന്നത്. ഒരാൾക്ക് പെർ ഹെഡ് 475 രൂപയാണ് ചാർജ് ആക്കുന്നത്. 8 പേരിൽ കൂടുതലാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് കുടജാദ്രി മഹേശ്വരിയെ കാണാൻ കഴിയും. വില്ലേജ് കേട്ടോ, ഇവിടെ വണ്ടി നിർത്തും. കുടജാദ്രിയിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ വെച്ച് ആണ് നമുക്ക് വെള്ളം കുടിക്കാനും മറ്റുള്ള സൗകര്യം ഉണ്ടാകുക. പിന്നെ വെള്ളമൊന്നും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ യാത്രയിലാണ് ഇങ്ങോട്ട്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ പ്ലാസ്റ്റിക്കുകൾ, കുപ്പികൾ എന്നിവ കൊണ്ടുപോകുന്നതിന് നിരോധനമുണ്ട്. നമ്മളുടെ അഡ്രസ്സുകളും മറ്റും എഴുതി വാങ്ങിക്കുന്നതാണ്. കുടജാദ്രിയിൽ മേളിലേക്ക് കയറുമ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് മൊത്തം. ജീപ്പ് എല്ലാവരും കുടജാദ്രിയിലേക്ക് കയറുക. പ്രത്യേക ഫീലാണ്. ട്രക്കിംഗ് ഫീലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മല കയറുന്നത് തന്നെ ഈ ജീപ്പില്. കാടിനും മലയ്ക്കും നടുവിലൂടെ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വരുന്നവരെല്ലാവരും കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്കും വരുവാൻ ശ്രമിക്കുക. പ്രായമാർക്കവർക്കെല്ലാം ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു ഇതിൽ ജീപ്പിൽ യാത്ര ചെയ്യാൻ.
ാണ് ദേവിയുടെ മൂലസ്ഥാനം, കുടജാദ്രിയിലെ മൂലസ്ഥാനം. ഇവിടെ വെച്ചാണ് മൂകാസുരനെ ദേവി സംഹരിച്ചതെന്ന് പറയുന്നത്. ഇതാണ് ദേവിയുടെ തൃശൂലം. കുടജാദ്രിയിൽ മഹേശ്വരിയെയും സർവജ്ഞപീഠത്തിലേക്കും നടന്നുള്ള കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്താം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം.